ഇന്ന് നമുക്ക് അയക്കൂറ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മസാലയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി നമുക്കിത് മുറിച്ചെടുക്കാം. സവാള ഈ സ്ലൈസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും, നല്ല നേരിയതായിട്ട് കിട്ടുകയും ചെയ്യും. കത്തി കൊണ്ടാണെങ്കിലും നല്ല നേരിയതായിട്ട് മുറിക്കണം. ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ 2 ഗ്ലാസ് അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റെങ്കിലും വെക്കണം. സവാള ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. ഈ നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇടാം. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആദ്യം കൂടെ ഇളക്കണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കേണ്ടി വരും. ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇവിടെ മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ചതക്കാനുള്ളതൊക്കെ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് ചതക്കുകയും ബാക്കി മസാല ഉണ്ടാക്കുമ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സവാള ഏകദേശം കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ലോണം ലോ ആക്കി വെക്കണ്ട, അപ്പോൾ അത്ര നന്നാവില്ല. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായി നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് എടുത്തത് അരി. അപ്പോഴേക്ക് അരി കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ തന്നെ എടുത്താൽ മതി. സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 7 പീസാണ് എടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു സൈഡ് ആവുമ്പോൾ മറിച്ചിട്ടിട്ട് 5 മിനിറ്റ് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടി 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. ഒരു കുക്കറിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് മുഴുവനായിട്ടുള്ള ഗരം മസാല അതിലേക്ക് ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അരി നന്നായിട്ട് പൊട്ടുന്ന ഒച്ച വരെ ഇതിങ്ങനെ ഫ്രൈ ചെയ്യണം. ഏകദേശം ഒരു 5 മിനിറ്റ് എന്തായാലും എടുക്കും. ഇപ്പോൾ പൊട്ടുന്ന ഒച്ച വരുന്നുണ്ട്. അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അരിയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് തിളക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് മാറി ഒന്ന് ഒഴിച്ചോ, അല്ലെങ്കിൽ തെറിക്കും എന്തായാലും. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കാം. കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഇത്രയും ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. വിസിലിടുന്നില്ല, വെറുതെ അടച്ചു വെക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി, വെള്ളമൊക്കെ ഉണ്ട്.
ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയി. ആ വിസിൽ അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിൽ കിടന്ന് വെന്തോളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, തക്കാളി, കറിവേപ്പില, മല്ലിയില, പുതിനയിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഇതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില ഇടാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചതച്ച് വെച്ചിട്ടുള്ള മസാല ചേർക്കാം. അപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും ഒരു ഉടയുന്ന പരുവം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. പെരിഞ്ജീരകപ്പൊടി, ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർക്കാം. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വേവിക്കാം. കുറച്ച് പാലെടുത്ത് അതിൽ മഞ്ഞൾ കലക്കി വെക്കുകയാണ് ബിരിയാണിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ നല്ല സെറ്റായിട്ടുണ്ടാവും. കുക്കറിൽ നിന്ന് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുക്കറിലാണ് ദമ്മിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെന്തിട്ടൊക്കെ ഉണ്ട്. ഇതാ ഇനി കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് മീനിൻ്റെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. മസാലയിൽ നിന്ന് മീൻ ആദ്യം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം, ഇല്ലെങ്കിൽ എല്ലാം കൂടി പൊടിഞ്ഞു പോകും. ഇനി ആദ്യത്തെ ലെയർ മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിടാം. മസാലയുടെ കൂടെ കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ചേർത്താൽ നല്ലതായിരിക്കും. ഇടാൻ മറന്നുപോയതാണ്. ചോറിട്ടതിന് ശേഷം ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചതും ഫ്രൈ ചെയ്ത ഉള്ളിയും ചേർക്കാം. കുറച്ച് ബിരിയാണി മസാല. ഇനി നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. എടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും എടുക്കുമ്പോൾ. ഇനി അതിൻ്റെ മസാല ചേർക്കാം. ഇതുപോലെ ബാക്കി ചോറും കൂടി ചേർക്കാം. അതിൻ്റെ മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർക്കാം.
ആ കലക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾ വെള്ളം ചേർത്തു. ഇനി ഫ്രൈ ചെയ്ത ഉള്ളി ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ മീനും കൂടി വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ വഴനയില ഉണ്ടായിരുന്നു. വഴനയില 2 എണ്ണം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ പിഴിഞ്ഞ് വെച്ച ചെറുനാരങ്ങയുടെ തുണ്ടും അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അമർത്തിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു ഗ്യാസിലേക്കൊരു അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ കുക്കർ വെക്കുന്നത്. ഇനി അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ വിസിൽ വെച്ചിട്ട് കുറേ നേരം അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ഇതാ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് വിളമ്പി യൂസ് ചെയ്യാം. ഇത് എടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. മീനായതുകൊണ്ട് തന്നെ പൊടിയാണ്ട് ഒരു സൈഡ് നോക്കി എടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാം. അച്ചാറും ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ബിരിയാണി ഉഷാറായി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയക്കൂറ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.